നിന്റെ ജീവിതം മുഴുവൻ സ്വസ്ഥത ഇല്ലാണ്ടാവും. ഡിവോഴ്സ് എന്ന് അമ്മ പറഞ്ഞപ്പോ ഞാൻ കേട്ടുവെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഉറച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്നുവെച്ചാ അവളോട് എനിക്ക് യാതൊരു പിണക്കവും ഇല്ലാന്ന്. പക്ഷെ അമ്മയും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം. ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിന്റെ അമ്മ വിചാരിക്കണം. ഞാൻ ഡിവോഴ്സിനൊന്നും ശ്രമിച്ചില്ല. എനിക്ക് അവളെ മറക്കാനും പറ്റില്ല. എനിക്ക് വേണ്ടത് സമാധാനം. കണ്ടോ, മല പോലെ വന്നത് എലി പോലെ പോയി. ആ മഞ്ഞ് ഉരുകി തുടങ്ങി. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. ഈ താങ്ക് യു മാത്രമേ ഉള്ളോ? ചേച്ചി പറ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. അല്ല, നിങ്ങൾ പോണോന്ന് പറഞ്ഞിറങ്ങിട്ട് പോണില്ലേ? ഇല്ലെങ്കിലേ അപ്പോഴും മറ്റൊരു കാര്യം ഓർത്തത്. അല്ല, അമ്മ എവിടെ വെച്ചാ? അവള് അടുക്കളയെ കാണും. ആ ശരി. എന്തായി മക്കളെ? എല്ലാം ഏറെക്കുറെ സോൾവ് ആയിരാതമ്മേ. എന്റെ ഈശ്വര. അല്ല, അവൻ എന്തു പറഞ്ഞു? ഞങ്ങള് 3 പേരും കൂടി ഹരീഷിനോട് സംസാരിച്ചു. 3 പേരും കൂടിയോ? അതാരാ മൂന്നാമത്തെ ആൾ? അത് വേറെ ആരുമല്ല, സാവിത്രി ചേച്ചി. ദൈവമേ, അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരിപ്പോ രുക്മിണിയുടെ വീട്ടിൽ ചെന്ന് ഇത് തിരിച്ചു കൊളുത്തും. ഇല്ല പ്രിയച്ചി, ആ ചേച്ചി ഇപ്പോ പോസിറ്റീവാ. രുക്മിണിയുടെ വീടിന്റെ പിന്നിൽ ഒളിച്ചു നിന്ന് ഇതെല്ലാം ഞങ്ങൾക്ക് ചോർത്തി തന്നത് ആ സ്ത്രീയാ. അല്ല മക്കളെ, അവനെന്ത് പറഞ്ഞു ഹരീഷ്? ശ്രീലക്ഷ്മിക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണെങ്കിൽ അവളെയും കൂടെ വിളിക്കാം. സന്തോഷമുള്ള കാര്യം തന്നെയാ വിളിച്ച ചേച്ചി. ശ്രീ, ഒന്നിങ്ങോട്ട് വന്ന്. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഉടനെ തീരും. ഇവരെ ഹരീഷിനോട് സംസാരിച്ചിട്ട് വരുവാ. ഞങ്ങൾ ഹരീഷിനോട് എല്ലാം പറഞ്ഞു. നീയും അവനും തമ്മില് യാതൊരു പിണക്കവും ഇല്ല, വഴക്കും ഇല്ല. പിന്നെ ആർക്കാ പ്രശ്നമെന്ന് ചോദിച്ചു. ഏതെങ്കിലും അമ്മ ഭാര്യ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ ആരെങ്കിലും ഉപേക്ഷിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഹരീഷിന് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ? എനിക്ക് അതറിഞ്ഞാ മതി. ഒരു പിണക്കമില്ല ശ്രീ. അത് മാത്രല്ല, നിന്നെ അവന് മറക്കാനും പറ്റില്ലെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, പ്രശ്നങ്ങളെല്ലാം തീരും. എന്റെ മോൾ സമാധാനമായിട്ടിരിക്കെ. ചെറിയമ്മയാണല്ലോ. ഞാനിപ്പോ വരാവേ. ഹലോ ചെറിയമ്മ. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചപ്പോ മോൾ എന്താ കോള് കട്ട് ചെയ്ത്? സോറി ചെറിയമ്മ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതാ കട്ട് ചെയ്തത്. മോളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാ ഞാൻ മോളെ വിളിച്ച്. എന്താ ചെറിയമ്മ? അച്ഛന് ചതിയൊന്നും അറിയില്ലേ? ഈ കെട്ടിടം നമ്മള് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. രോഗികളായ മനുഷ്യർക്ക് മാത്രമാണ് സർ നമ്മൾ സഹായം നൽകുന്നത്. സമസ്ത മേഖലകളിലെയും ദുരിതം അനുഭവിക്കുന്നവരെ നമ്മൾ പരിഗണിക്കും. പിന്നെ ക്യാൻസർ രോഗം പിടിപെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളെ നമ്മൾ പരിഗണിക്കും. സിസ്റ്റർ വരൂ. പണി നിർന്നു വരുമ്പോ ഇത് മനോഹരമായിട്ടുള്ള കെട്ടിട സമുച്ചയമായി തീരും. സർ, ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കണം. വെച്ചു പിടിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്യാം. അതൊക്കെ സിസ്റ്ററുടെ ഐഡിയ പോലെ. കണ്ടോ രാജു, അവരെന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് കുഴഞ്ഞു മറിയോ?
ഏയ് അവരെന്തോ സംസാരിക്കരുതോ, അതിനെ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കിതൊക്കെ കാണുമ്പോ ദേഷ്യം വരും. എന്നാ നീ വാ, നമുക്ക് പോവാം. അല്ല, സാറ് നമ്മളെ കണ്ടാലോ? എനിക്കൊരു ചമ്മല്. ആ, അവർക്ക് ചമ്മലൊന്നും ഇല്ലല്ലോ. അവര് കാണാതെ നമുക്ക് ഇവിടെ നിൽക്കാം. അവര് പോയതിനു ശേഷം നമുക്ക് തിരികെ പോയാൽ മതി. അംബികയുടെ സപ്പോർട്ടോടെ ഇവരച്ഛനും ചീത്തപ്പേര് കേൾപ്പിക്കും രാജു. പുതിയ പുതിയ ഐഡിയ ഉള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നല്ല കാര്യവും ചെയ്യാൻ തോന്നും. അയ്യോ, മീഡിയ. മുൻമന്ത്രി പ്രതാപവർമ്മ സാറല്ലേ ഇത്? സാർ തുടങ്ങാൻ പോയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കെട്ടിടമാണത്. നീ വാ, നമുക്ക് നോക്കാം. ആ, വന്നു അടുത്ത ശല്യങ്ങള്. അച്ഛനെ അവരെയും കൂട്ടിക്കലർത്തി ഇവരെന്തൊക്കെ ഗോസിപ്പുകളെ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം. ആ, സിസ്റ്റർ വരൂ. സോറി. അയ്യോ സോറി, ഞാനല്ലേ പറയേണ്ടത്. കാലൊന്ന് തട്ടിയതാ. ഇതെന്തൊക്കെയാ രാജു? എനിക്കിത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? അതിനവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഋതു. അവരൊന്ന് വീഴാൻ പോയപ്പോ സാറ് ഹെൽപ്പ് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. രാജുവിന് ഇതൊക്കെ നിസ്സാര.